ഇന്ന് സൺസ്ക്രീനുകൾ ഉപയോഗിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. പൊതുവെ എല്ലാവരും സൺസ്ക്രീനുകൾ ഉപയോഗിക്കുന്നുണ്ട്. സൺസ്ക്രീൻ ജെൽ ടൈപ്പും ഉണ്ട്, സൺസ്ക്രീൻ ക്രീമുകളുണ്ട്. എല്ലാവരും അതിൽ എഴുതിയിരിക്കുന്ന ഓയിലി സ്കിൻ, ഓൾ സ്കിൻ ടൈപ്പ് എന്നിങ്ങനെ എഴുതിയിരിക്കുന്നത് പോലെയാണ് എല്ലാവരും സൺസ്ക്രീനുകൾ തിരഞ്ഞെടുക്കുന്നത്. അത് നല്ലത് തന്നെയാണ്. കാരണം കമ്പനി പറയുന്ന രീതിയിൽ നമ്മളത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കമ്പനി അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്നതിൽ യാതൊരുവിധ പ്രശ്നമില്ല. പക്ഷേ നമ്മളൊരു സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതിന് മുമ്പ് സൺസ്ക്രീൻ ജെല്ലുകളാണോ നമ്മുടെ ചർമ്മത്തിന് അനുയോജ്യം, അഥവാ സൺസ്ക്രീൻ ക്രീമുകളാണോ നമ്മുടെ ചർമ്മത്തിന് അനുയോജ്യമെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അതായത് ജെല്ലും ക്രീമും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ആദ്യം അറിയുക തന്നെ വേണം. സൺസ്ക്രീൻ ജെല്ലും സൺസ്ക്രീൻ ക്രീമും തമ്മിലുള്ള വ്യത്യാസങ്ങൾക്ക് അതിൻ്റെ ഘടനയിൽ വ്യത്യാസമുണ്ട്, അതിൻ്റെ ആഗീരണത്തിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഓരോരുത്തരുടെ ചർമ്മത്തിന് അനുയോജ്യമായ രീതിയിലാണ് ഇത് രണ്ടും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പുറത്തിറങ്ങുമ്പോൾ ഇന്ന് മസ്റ്റായിട്ട് സൺസ്ക്രീൻ ജെല്ല് ഉപയോഗിക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ സ്കിന്ന് നമ്മളെപ്പോഴും പ്രൊട്ടക്റ്റീവായിട്ട് കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ സ്കിന്നിലുണ്ടാകുന്ന ചർമ്മരോഗങ്ങൾ നമുക്ക് തടയുവാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ചർമ്മരോഗങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത് സൂര്യനിൽ നിന്നുണ്ടാകുന്ന കേടുപാടുകളിൽ നിന്നാണ് ചർമ്മം ദോഷകരമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ചർമ്മത്തിന് അനുയോജ്യമായിട്ടുള്ള സൺസ്ക്രീനുകൾ നിങ്ങൾ കൃത്യമായിട്ട് പുറത്തിറങ്ങുന്നവരാണെങ്കിൽ സൺസ്ക്രീൻ ജെല്ലോ അല്ലെങ്കിൽ സൺസ്ക്രീൻ ക്രീമോ നിങ്ങൾ അപ്ലൈ ചെയ്യുക തന്നെ വേണം. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് സൺസ്ക്രീൻ ജെല്ലിനെ പറ്റിയും സൺസ്ക്രീൻ ക്രീമുകളെ പറ്റിയുള്ള കാര്യങ്ങളാണ്. ഇതാരൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, ശരിക്കും ഇതിൻ്റെ ഗുണങ്ങൾ എന്ത്, ഇതിൻ്റെ ദോഷങ്ങൾ എന്തെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യം തന്നെ സൺസ്ക്രീൻ ജെല്ലുകളെ പറ്റി പ്രയോജനങ്ങൾ പറയാം. അതായത് അഡ്വാൻറ്റേജസ് ഓഫ് ദി സൺസ്ക്രീൻ ജെല്ല്, അതിനെപ്പറ്റി ആദ്യം പറയാം. അതായത് സൺസ്ക്രീൻ ജെല്ലുകളെന്ന് പറയുമ്പോഴത്തേക്ക് വളരെ വിസ്കോസിറ്റി കുറഞ്ഞതും കനം കുറഞ്ഞതായിട്ടുള്ള ഒരു ജെൽ ഫോമാണ് സൺസ്ക്രീൻ ജെല്ലുകളെന്ന് പറയുന്നത്. അത് ചർമ്മത്തിൽ പെട്ടെന്ന് തന്നെ ആഗിരണം ചെയ്യുകയും അതുപോലെ തന്നെ മുഖക്കുരുവുള്ള ചർമ്മത്തിനും ഓയിലി സ്കിൻകാർക്കും വളരെ ഫലപ്രദമായതും അനുയോജ്യമായതാണ് സൺസ്ക്രീൻ ജെല്ലെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാറ്റ് ഫിനിഷ് ആഗ്രഹിക്കുന്നവർ, അതായത് പുരട്ടുമ്പോഴത്തേക്ക് ഒരു കനം ഫീൽ ചെയ്യാത്തതുപോലെ അത് ഈട്ടുമില്ലാത്തവർക്ക് സൺസ്ക്രീൻ ജെല്ല് തന്നെ വാങ്ങി അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. പൊതുവേ സൺസ്ക്രീൻ ജെല്ലുകളിൽ ആൻറ്റി ഓക്സിഡൻറ്റും അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫംഗ്ഷനുകൾ ചെയ്യുന്ന മോളിക്യൂൾസും അതിലടങ്ങിയിട്ടുണ്ട്. അത് ചെയ്യുന്നത് ഫ്രീ റാഡിക്കൽസിനെതിരെയും അതുപോലെ തന്നെ ചർമ്മത്തിലുണ്ടാകുന്ന വീക്കത്തിനെതിരെയും മറ്റ് എന്തെങ്കിലും പ്രോഡക്ട്സുകൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ചർമ്മത്തിൽ ചെറിയൊരു വീക്കം അല്ലെങ്കിൽ അലർജി സംബന്ധമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിനെതിരെ പ്രവർത്തിക്കുവാനായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള മോളിക്യൂൾസുകൾ സൺസ്ക്രീൻ ജെല്ലുകൾ അടങ്ങിയിട്ടുണ്ട്. പാർശ്വഫലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഈ സൺസ്ക്രീൻ ജെല്ലുകൾ ചില സ്കിൻ ടൈപ്പുകാർ ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ആ ചർമ്മത്തിൽ കാണിക്കുന്ന പാർശ്വഫലങ്ങളാണ് പറയുന്നത്. സൺസ്ക്രീൻ ജെൽ ടൈപ്പുകൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഡ്രൈ സ്കിൻകാർക്ക് ഓൾറെഡി നമ്മുടെ ചർമ്മത്തിലുള്ള ജലാംശം നിലനിർത്തുവാനായിട്ട് സൺസ്ക്രീൻ ജെല്ലുകൾ സഹായിക്കുന്നില്ല. ഉയർന്ന ജലാംശം ഈ സൺസ്ക്രീൻ ജെല്ലുകൾ ഉള്ളതിനാൽ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് സൺസ്ക്രീൻ ജെല്ലുകൾ അനുയോജ്യമല്ല. ഇനി സൺസ്ക്രീൻ ക്രീമുകളെ പറ്റിയാണ്. സൺസ്ക്രീൻ ക്രീമുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഘടന നോക്കുകയാണെങ്കിൽ അല്പം കട്ടിയുള്ളതാണ്. അതുപോലെ തന്നെ ആഗിരണം ചെയ്യുവാനായിട്ട് സമയമെടുക്കും. കുറച്ച് സമയമെടുത്താണ് നമ്മുടെ ചർമ്മത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്നത്. പ്രായമുള്ള ചർമ്മത്തിനും സെൻസിറ്റീവ് സ്കിൻകാർക്കും വരണ്ട ചർമ്മത്തിനും വളരെ അനുയോജ്യമായിട്ടുള്ളതാണ് സൺസ്ക്രീൻ ക്രീമുകൾ എന്ന് പറയുന്നത്. സൺസ്ക്രീൻ ക്രീമുകളിൽ ഒരുപാട് മോയ്സ്ചറൈസിംഗ് ആയിട്ടുള്ള കണ്ടന്റുകൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദീർഘനേരത്തേക്ക് നമ്മുടെ ചർമ്മത്തിലെ ജലാംശം നിലനിൽക്കുകയും ചർമ്മത്തെ അതുകൊണ്ട് പുതുക്കുവാനായിട്ട് സൺസ്ക്രീൻ ക്രീമുകൾ സഹായിക്കുന്നുണ്ട്. സൺസ്ക്രീൻ ക്രീമുകൾ പൊതുവെ ഡ്രൈ സ്കിന്നുകാർക്കും, അതായത് വരണ്ട ചർമ്മക്കാർക്കും സെൻസിറ്റീവ് സ്കിൻകാർക്കും പ്രായമുള്ള ചർമ്മക്കാർക്കും വളരെ അനുയോജ്യമാണ്. പല സൺസ്ക്രീൻ ക്രീമുകളിൽ വൈറ്റമിൻസുകൾ അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വൈറ്റമിൻ ഇ ഉണ്ട്, വൈറ്റമിൻ സി ചിലതിലൊക്കെ അടങ്ങിയിട്ടുണ്ട്, സസ്യത്തിൽ നിന്നെടുത്തിട്ടുള്ള എക്സ്ട്രാക്റ്റുകൾ അടങ്ങിയിട്ടുണ്ട്, ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ബ്രോഡ് സ്പെക്ട്രം ആയിരിക്കും. അങ്ങനെ ഒത്തിരി ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് പല സൺസ്ക്രീൻ ക്രീമുകളിൽ. ഇനി ഇതിൻ്റെ പാർശ്വഫലങ്ങൾ, അതായത് സൺസ്ക്രീൻ ക്രീമുകൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ചർമ്മത്തിൽ കാണിക്കുന്ന ചില പോരായ്മകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ആഗിരണം ചെയ്യാൻ നമ്മുടെ ചർമ്മത്തിനോട് പറ്റിച്ചേരുവാനായിട്ട് സമയമെടുക്കും. അതുപോലെ തന്നെ ഒരു സൺസ്ക്രീൻ ജെല്ല് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ടൈം എടുത്ത് വേണം ആ ഒരു മാറ്റ്, അതായത് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം വരെ നമുക്ക് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ചില സൺസ്ക്രീൻ ക്രീമുകൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഒരു വെളുത്ത നിറം പോലെ ചർമ്മത്തിൽ കാണിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ചില അവശിഷ്ടങ്ങളൊക്കെ പലയിടങ്ങളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണിക്കുവാനും തുടങ്ങും. എണ്ണമയമുള്ള ചർമ്മത്തിന് അഥവാ ഓയിലി സ്കിൻകാർക്ക് സൺസ്ക്രീൻ ക്രീമുകൾ അനുയോജ്യമല്ല. ഇത്തരക്കാരത് ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ ചർമ്മത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നവർക്ക് ചിലവർക്ക് അതൊരു ഡിസ്കംഫർട്ടബിൾ ആയിട്ട് തോന്നും. അത്തരക്കാർ ഇത്തരത്തിലുള്ള സൺസ്ക്രീൻ ക്രീമുകൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. പക്ഷേ ഇന്ന് ഫാർമസികളിലും അതുപോലെ തന്നെ പല ഓൺലൈൻ പ്രോഡക്റ്റുകളും ഇത്തരത്തിലുള്ള പാർശ്വഫലങ്ങളെ മറികടന്നുകൊണ്ടും ഈ പാർശ്വഫലങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പല സൺസ്ക്രീൻ ജെല്ലുകളും സൺസ്ക്രീൻ ക്രീമുകളും ഇന്ന് ഫാർമസികളിൽ അവൈലബിൾ ആണ്. ഡെർമറ്റോളജിസ്റ്റുകൾ ശുപാർശ ചെയ്യുന്ന ഒരുപാട് സൺസ്ക്രീൻ ജെല്ലുകളും ഒരുപാട് സൺസ്ക്രീൻ
ക്രീമുകളും ഇന്ന് ഫാർമസികളിൽ അവൈലബിൾ ആണ്. ഈ പാർശ്വഫലങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഫാർമസികളിൽ കിട്ടുന്ന പല സൺസ്ക്രീൻ ജെല്ലുകളും അഥവാ പല സൺസ്ക്രീൻ ക്രീമുകളും നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ചർമ്മത്തിന് പറ്റിയ SPF അടങ്ങിയിട്ടുണ്ടാകും, ബ്രോഡ് സ്പെക്ട്രം അതായത് ബാക്ടീരിയകൾക്ക് എഗെയിൻസ്റ്റ് പ്രവർത്തിക്കുന്നതായിട്ടുള്ളതും, അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ളത്, വൈറ്റമിൻസുകൾ അടങ്ങിയിട്ടുള്ളത്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിനോട് പെട്ടെന്ന് തന്നെ ആഗിരണം ചെയ്യുന്നതും ഫിനിഷിംഗ് പോയിന്റ് മാറ്റെ ഫിനിഷ് ചെയ്യുന്നതുമായിട്ടുള്ള കൃത്യമായിട്ടുള്ള പോരായ്മകളെല്ലാം നിരത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ഫാർമസികളിൽ സൺസ്ക്രീൻ ജെല്ലുകളും സൺസ്ക്രീൻ ക്രീമുകളും അവൈലബിൾ ആണ്. മെറ്റോളജിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ബെസ്റ്റ് റിസൾട്ടും അതുപോലെ തന്നെ നല്ല ഫിനിഷിംഗ് കാണിക്കുന്നതുമായിട്ടുള്ള സൺസ്ക്രീൻ ജെല്ലുകളും സൺസ്ക്രീൻ ക്രീമുകളും നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സൺസ്ക്രീൻ ജെല്ലുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ചർമ്മത്തിന് അനുയോജ്യമായത് തന്നെ തിരഞ്ഞെടുക്കുക. SPF 30ക്ക് മുകളിലുള്ളത് തന്നെ നിങ്ങൾ സൺസ്ക്രീൻ സെലക്ട് ചെയ്യാൻ നോക്കുക. അറ്റ്ലീസ്റ്റ് 30 എങ്കിലും വേണം. പിന്നെ അതിന് മേലെ നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അഡൾട്ട് വ്യക്തികൾക്കാണ് ഞാൻ ഈ പറഞ്ഞത്. കുഞ്ഞു കുട്ടികൾക്കാണ് നിങ്ങൾ സൺസ്ക്രീൻ ജെല്ലുകളോ അല്ലെങ്കിൽ സൺസ്ക്രീൻ ക്രീമുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ SPF 15 മുതൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. 15 അല്ലെങ്കിൽ 20-25 വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്